അമ്മാന്റെ റൂം ഉമ്മ അടിച്ചു വരിക. ഇങ്ങനത്തെ ഒരു പേര കിട്ടിയാലേ പൊളിഞ്ഞാടാണ്. പിന്നെ ഇപ്പൊ 1-2 ക്വാർട്ടറിന്റെ കണ്ടി നമ്മക്കിപ്പോ നമ്മളെ പെരീന്ന് ക്വാർട്ടറിനെ കണ്ട് ശീലായോണ്ട് അതന്നെ. അത് ഇവിടെ വെച്ചപ്പല്ലേ ചൊറുക്ക് നോക്കി അല്ലേ? അതന്നെ അമ്മായേ, ചെറിയ പേരാണെങ്കിൽ അയക്കുള്ള സാധനം ഉണ്ടാവുള്ളൂ, വലിയ പേരാണെങ്കിൽ അയക്കുള്ള സാധനം. എത്രങ്ങാനും സാധനം ഇതൊക്കെ എവിടെ ഇനി? അസ്സലാമലൈക്കും. അപ്പോൾ ഞാൻ നമ്മളെ തറവാട്ടിക്ക് പോട്ടോ, പോലെ പേര പുതിയത് എടുത്ത് കണ്ടിട്ടില്ല, മൂത്ത് നോക്കണ്. അപ്പോൾ ഞാനും ഷമ്മിനൊന്നും കണ്ടിട്ടില്ല. സീന പിന്നെ നമ്മുടെ സാധനം എടുത്തേക്കാനൊക്കെ പോയിന്. അപ്പോൾ ഓക്കാണെങ്കിൽ പെരും പനി. അപ്പോൾ ഓളൊന്നും ഉണ്ടാവില്ല. ഞാനേതെല്ലാം ഇവിടുത്തെ പണിയൊക്കെ ഒരുവിധം ഒരുക്കിയിരിക്കണം. അപ്പം ഇനി അങ്ങോട്ട് പോയി. അമ്മായി രാവിലെ വിളിച്ചിട്ടുണ്ട്. അടി ഇന്നലെ 11-12 മണിയായി ഉറങ്ങിയിട്ട് ഒക്കെ അടുക്കി പൊറുക്കി വെച്ച് ഇനിയും കഴിഞ്ഞിട്ടില്ല എന്ന് വെച്ച്. അത് കുട്ടികളൊക്കെ വിട്ട് ഇപ്പോൾ പണിയൊക്കെ എടുത്ത് ഇനി അങ്ങോട്ട് പോയി കൊടുത്തോക്കട്ടെ. വയ്ക്കണ മാതിരി എന്തെങ്കിലും കൊടുത്തോക്കട്ടെ. ഇനി ഇവിടുത്തെ ഉമ്മ ഉണ്ടാവില്ല. ഇനി കുട്ടികളെ സ്കൂളിൽ വരുമ്പോൾ വരണം. എന്നിട്ട് വേണം പിന്നെ അങ്ങോട്ട് പോകും വേണം. അപ്പോൾ നോക്കട്ടെ എങ്ങനെ എന്താ മട്ടെന്നൊക്കെ നോക്കട്ടെ. പോയോക്കട്ടെ. പാനുവിനെ വിളിച്ചിട്ട് ഞാൻ. അപ്പം അവനിപ്പോൾ വരാമെന്ന് പറഞ്ഞിരിക്കണേ. അങ്ങനെ ഞാനും അവനൊക്കെ മാറ്റിയിരുന്നു. അപ്പം നമ്മൾ ആപ്പാപ്പാൻ്റെ ചെറുക്കനും വന്നിരിക്കണം കൊണ്ടുപോകാൻ. ഉമ്മച്ചേട്ടക്കൊള്ളടാ, ഉമ്മച്ചേട്ടക്കൊള്ള സ്ഥലമുണ്ടോ? അപ്പൊ ഇനി ഇവിടുത്തെ ഉമ്മ ഉണ്ട്. ഉമ്മാനെ അവിടെ ഉപ്പിടനാക്കി കൊടുക്കണം. എങ്ങനെ ഉണ്ടാനോ പേരൊക്കെ? ഞാൻ ഒന്ന് ലെവലായി ഒന്ന് കുറച്ച് ദിവസം ഉണ്ടാവണല്ലേ? അടുക്കളയിട്ട് കുറച്ച് അതും മറ്റേ തൂക്കിയെണ്ണ അതൊന്നൊക്കെ വെച്ചിട്ടുള്ളൂ. റെഡി ആവണം. നമ്മളെ ഉമ്മ ഉണ്ടായിന് ഇവിടെ ഒപ്പം ഉപ്പട വരെ. അപ്പൊ ഇനി നമ്മള് നേരെ പൂക്കോട്ടും മണ്ണ. അങ്ങോട്ട് പൂക്കോട്ടും മണ്ണന്നല്ലേ പറയാ? പൂക്കോട്ടും മണ്ണ. വൈഫിന്റെ ആൾക്കാരെ വിളിച്ചിരുന്നു. നോക്കട്ടെ, ചിലപ്പോ റെഡിയാക്കാൻ പറ്റും. വൈഫൈ ഇല്ലല്ലേ? വീഡിയോസ് മറ്റേ വൈഫൈ നമുക്ക് കിട്ടൂല. BSNL നമ്മൾ യൂസ് ചെയ്തത് അങ്ങോട്ട് എന്തായാലും പറ്റൂല. ഇനി ഇതാക്കണമെന്നുണ്ടെങ്കിൽ 10-16 റുപ്യ. അതായത് അവിടെ അടുത്തൊന്നുമില്ല, 1 കിലോമീറ്റർ അപ്പുറത്താണ്. അടുത്തടുത്തുണ്ടെങ്കിൽ നല്ലല്ലേ? അപ്പം ഇതാക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം 10 റുപ്യന്റെ അടുത്ത് വരും. അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ വേറെ വൈഫൈ നോക്കി നോക്കണം. അങ്ങോട്ട് ഇന്ന് വീഡിയോ ഒക്കെ ഇടാൻ പറ്റുമോ? ഇടാൻ പറ്റും. നല്ല ഈ തറവാട്ട് പോയി ഇടണം. പച്ചക്കറി വേണമെന്നൊക്കെ പറഞ്ഞ് വാങ്ങാന്. മീനും വാങ്ങി. അപ്പം ചെന്നിട്ട് വേണം കൂട്ടാൻ വെക്കാന്. ഞാൻ വരണോ? ഞാൻ വന്നാ കൊറേ വാങ്ങേണ്ടി വരും. ഞാൻ വന്നാലേ കൊറേ വാങ്ങേണ്ടി വരും. ഇതില് പറ്റൂല. ഞാൻ എടുത്തോണ്ട് ഒക്കെ പാട് നടക്കൂല. അല്ല വച്ചാണേ. എന്നാലും ഞാൻ എടുക്കും. അങ്ങനെ മുന്നുണ്ടല്ലോ ഇവിടെ രാവിലെ തന്നെ. ഇതാണ് പുതിയ ലോകം. പുതിയ തറവാട് അല്ലേ? സൂപ്പറായില്ലേ? എങ്ങായിയേ ഇജപ്പളന്ന് രാവിലെ ഷൂറാക്കൊക്കെ ഇതേപോലെ വെച്ചിക്കുക. ഞമ്മളപ്പം ഇവിടെ എത്തിക്കണ കുട്ടിയെ അപ്പൊ കടത്തി ഉറക്കി. അപ്പൊ ഞാൻ വന്നപ്പോൾ കുഞ്ഞാമിയും അതിന്റെ മകളൊക്കെ ഉണ്ട്, മകനുണ്ട്. അപ്പൊ ഓല് നല്ല പണിയിൽ ഇനി കുട്ടി ഇറങ്ങാറൊന്നും നടക്കില്ലല്ലോ. അപ്പൊ ആകെ വലിച്ചു പാടിയിട്ടിരിക്കണം. നിങ്ങൾ ഏകദേശം ഇവിടെ പാത്രമൊക്കെ ശരിയാക്കാം. ഞാനിവിടെ കുറച്ച് കുട്ടികളൊക്കെ എടുത്ത് വെച്ചിരിക്കണേ. അമ്മായി കൂട്ടാന് നീ വാങ്ങിക്കൊടുന്ന ഏതായാലും നന്നാക്കുണ്ട്. ചോറ് ചക്കക്കൂട്ടുണ്ട്. ആനക്കോട്ടിനൊക്കെ അവിടെ വലിച്ചു വാരിയിട്ട് സാമ്പാർ വെക്കാണ്ട്. എന്നിട്ട് എപ്പോഴാ തീറ്റ? സാമ്പാർ ഇതാക്കിയോ? നിങ്ങൾ അടുപ്പത്ത് നോക്കുകയല്ലേ? അപ്പൊ നമ്മളിതൊക്കെ ഒന്ന് ലെവലാക്കി വെക്കട്ടെ കേട്ടോ.
ഇല്ലേ ഒന്നും കിട്ടിയിട്ടില്ല അവിടെ കറത്തിക്കണേ. ഞാനേ തുണിയാള് മടക്കൊക്കെ അവിടെ ഇരുന്നാണ്ട് അതിന് മടിയിൽ വെച്ചോ ഇവിടെ നോക്കിയാണ്ടോ. കുട്ടി അവിടെയാണ്. അപ്പൊ ആളിന്റെ അവസ്ഥയാണ് ഈ കിടക്കണത്. വല്ല സർക്കസും കൂടാരത്ത് ചെന്ന മാതിരി ആകെ ഇതൊക്കെ വജ്ജും കൊജ്ജായി കിട്ടാന്. ആ കയറുണ്ടെങ്കിയേ അടുക്കളന്റെ അവിടെ പോയിങ്ങാണ്ട് കുട്ടീനെ വരാൻ പറ്റില്ല. പേരും പണിയാണ്. അതേപോലെ നമ്മളെ ഉമ്മാക്കും കൂടാൻ പറ്റിയിട്ടില്ല. ഹോസ്പിറ്റലിലാണ്. ഇതിപ്പോ അമ്മായിന്റെ ഡ്രസ്സുകളാ തോന്നുന്നു. അപ്പൊ ഒക്കെ ഒന്ന് ലെവലാക്കി അമ്മായിന്റെ മാത്രം സ്ഥലത്ത് മറ്റുള്ളവരുടെ സ്ഥലത്ത് ഒരു പെര മാറുമെന്ന് പറഞ്ഞാൽ അപ്പുറത്ത് ബുദ്ധിമുട്ടുള്ള സംഭവം വേറെ എല്ലാവരും തൊട്ട് അകത്ത് നല്ല സൗകര്യമുണ്ട്. ഇങ്ങോട്ട് സോക്കേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡ്രസ്സ് വെക്കാനായാലും കറക്കാനായാലും. അനുവിന് തറവാട്ടിൽ റൂമിൽ വരും. ഇവിടെ അനുവിന് നല്ല സെറ്റ് റൂമൊക്കെ ഉണ്ട്. സോക്കേസ് ഉണ്ടല്ലോ അനു. ഡ്രസ്സൊക്കെ വെക്കാം. എല്ലാ സൗകര്യവും ഉണ്ട് കേട്ടോ. കിണറുണ്ട്, അടുക്കളന്റെ അകത്ത് വർക്കേരിയുണ്ട്, വെള്ളമുണ്ട്. പൈപ്പ് തിരിച്ചാ വെള്ളം വരും. പാത്രം മോറാനൊക്കെ അമ്മായിനോട് ചോദിച്ചോക്കെ എങ്ങനെ ഉണ്ട്. അങ്ങനെ ഒരു പെരിയിൽ നിൽക്കുമ്പോ അതിന്റെ ഏറ്റവും വലിയ ഇടങ്ങേറ് എന്ന് പറയുന്ന വെള്ളാണ്. അതിവിടെ നമുക്കുണ്ട്. ഞാനും വിചാരിച്ചു ആളെ കാണാല്ലേ. പൈപ്പ് തിരിച്ചാൽ വെള്ളം വരും. അല്ലേ ഞാൻ ഇങ്ങനെ വന്നപ്പോ ആളുടെ വർത്താനം പറഞ്ഞ ആളെയും കാണാല്ല. പിന്നെ നോക്കിയപ്പോ ഇവിടെ മൊബൈലുണ്ട്. നടക്കട്ടെ, കണ്ടിന്യൂ. കുട്ടി ഇറങ്ങിയോ? കുട്ടി ഇറങ്ങിയിട്ടൊന്നുമില്ല. അല്ലേ തറവാട്ടിലേ ഒന്ന് തിന്നാല് ആ തിന്ന പ്ലേറ്റ് മുറ്റത്തേക്ക് പോയി കാണും. എന്താ സുഖാടാ. അമ്മായിന്റെ ഇവിടെ ക്ലാസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അമ്മായിന്റെ ഒരു ക്ലാസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അനുവിന്റെ റൂമിൽ അനുവിന്റെ മാത്രം ഓനിറങ്ങിക്കണ നേരത്തെ. ആ കുട്ടി ഇവിടെ തുടങ്ങുന്നുണ്ട്. കുട്ടി ഉണ്ടോ എന്നായിട്ടുള്ള കറുത്ത. അപ്പൊ ഞൂലവിടെ കറക്റ്റിന് നല്ല പരിപാടിയാണ്. അടുക്കളയിൽ ഓല് നോക്കണ്ട്. ഇപ്പൊ ഏകദേശം കുറച്ചൊക്കെ ഒന്നോട്ട് ഇവിടെ കുഞ്ഞാമ്മയൊക്കെ ഫുള്ള് പണിയിലാട്ടോ. പിന്നെ ഇവിടെ ഒരു പച്ച പുൽച്ചാടി ഉണ്ട്. കൊറേ പൈസ ഇട്ടാനാ അല്ലേ? അത്രക്ക് വലിയതാണ്. വലിയതാണ്. ഇല മാതിരി ഉണ്ട് അല്ലേ? ആ ഇലന്റെ അതേ രൂപാണ്. ഇല. അപ്പൊ ഇവിടെ അനുവിന്റെ റൂമാണിത്. അനുവിന് തറവാട്ട് റൂമില്ലേ ഇനി പറഞ്ഞ. അപ്പൊ ഓന്റെ കട്ടിലും അമ്മായിന്റെ കട്ടിലും
ഈ റൂമോന് കിട്ടി. ഷോക്കേസൊക്കെ ഏകദേശം തുണികളൊക്കെ മടക്കി വെച്ചിരിക്കണം. അപ്പുറത്ത് മോട്ടന്റെ റൂമുണ്ട്, അവിടെ കുഞ്ഞാമ്മ മടക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവനെ ഞാനൊരു സ്ഥലത്ത് കടത്തി ഇറക്കട്ടല്ലോ, അതൊരു പണി നടത്തില്ല. മോട്ടാ എനിക്ക് അറിയോ ഫിറ്റ് ചെയ്യാന്? വാടക വാങ്ങി കൊടുന്ന ഇതിന്റെ ഉള്ളിലുണ്ട് കേട്ടോ ലോഡ്. അമ്മായേ ചെറിയ പേരാണെങ്കിൽ അയക്കില്ല സാധനം ഉണ്ടാവുള്ളൂ, വലിയ പേരാണെങ്കിൽ അയക്കില്ല സാധനം. എത്രങ്ങാനും സാധനം ഇതൊക്കെ എവിടെ ഇനി? ഇങ്ങനത്തെ ബക്കറ്റ് ഇങ്ങനത്തെ ബക്കറ്റ് ഇതിലൊക്കെ ഫുള്ള് സാധനങ്ങളല്ലേ. എത്രങ്ങാനും സാധന. അപ്പൊ എന്നിട്ട് എല്ലാരും വീഡിയോ കണ്ടാ പറയും വൃത്തിയാക്കാം, പക്ഷെ ഇത്ര വലിയ പേര ഇട്ടിട്ടും ഞമ്മക്ക് ഇത് അടുക്കി പൊറുക്കിട്ട് സ്ഥലം മതിയാവില്ല. എല്ലാ സാധനങ്ങളും. അപ്പൊ എന്തൊക്കെയായി? ചോറായോ? ചോറായി. ഇനി മീൻകറി വെക്കട്ടെ, സാമ്പാർ അടുപ്പത്ത്. പൊന്നിനാണെങ്കിൽ തൊട്ടി വേണേ. തൊട്ടിയിലാണെങ്കിൽ അത് കടന്ന കൊറേ നേരം. തുണിയുണ്ട്, കയറുമില്ലേ? ഞാൻ കെട്ടട്ടെ. കുട്ടികളോ സ്കൂളുണ്ട്, മദ്രസ ഉണ്ട്, രാവിലെ പോയാ മതി. എന്തെല്ലാം കൊണ്ടുവരും. ഞാൻ പെരീക്ക് പോണതാ നിങ്ങൾ കാണാൻ. എത്ര കവറും കിജും കൊണ്ടുവരണം. വരണ്ട അമ്മായി വരും. ഇനിയിപ്പോ എല്ലാവർക്കും സൗകര്യമല്ലേ. വരും, വരാക്കൂല അല്ല മാമ വരണേ. അമ്മമ്മയൊക്കെ ഇന്നലെ ഒന്നും ഉറങ്ങിയിട്ടില്ല. അമ്മായി ഇമ്മമ്മയൊക്കെ ഇന്നലെ ഫുള്ള് പണികൾക്ക് വീഡിയോ. കുട്ടികളെ വിളിച്ചാണ്. പൂമോക്ക് ഇപ്പൊ ഇന്ന് വെജായിട്ടല്ലേ, അല്ലെങ്കിൽ ഓളും വരും. അത് പൊളിഞ്ഞാടി ആക്കം പോലെ ഒരു ദിവസം കൊണ്ടൊന്നും ഒന്നും ശരിയാകൂല. ഒക്കെ ടൈം ആന്ന് സാരില്ല. മാക്സി ആയാലും എന്താ മാക്സിന്റെ വലിപ്പം കുറഞ്ഞ അടിപ്പാടന്റെ വലിപ്പം കൂടി ഞങ്ങളത് തിന്നിട്ടേ കാണാം. ഒന്നും തിന്നിട്ട് രാവിലെ ചാടിച്ചല്ലേ നിങ്ങള്? ഇപ്പൊ സമയം 3 ആയി കാണും. അത്ര കായ് കാണും, ഞാൻ നോക്കിട്ടില്ല. അമ്മായിയൊക്കെ അടുക്കള പണിയാണ്. മറ്റോലവിടെ പണി എടുക്കുന്നുണ്ട്. നല്ല സൗകര്യം, ചുറ്റുപാടൊക്കെ നല്ല സൗകര്യം. പുറത്ത് ബാത്റൂമൊക്കെ ഉണ്ടല്ലേ, നല്ല കിണറും ബാത്റൂമൊക്കെ. ഇനി ഒന്നും പേടിച്ചാതെ കിടക്കാം. എന്താ രസം കാണാന്. അനിയോ ഇജ്ജ് തിരക്കില്ല? ഇച്ച് തൊട്ടി കെട്ടി തരുവോ? ഇവിടെ കെട്ടി തന്നാ മതി. ഇവിടെ ഈ വർക്കേരിയയില് ആ ഇവിടെ കെട്ടിയാതി. ഇവിടെ നിങ്ങളെപ്പോഴും ഇല്ലേ? അവിടെ ചൂടാണടാ, ഇവിടെ കാറ്റിടിക്കോളൂ. ഇവിടെ ഇതിന്റെ മേലെ ഇതിലൊക്കെ സാധനങ്ങളാണ്. അമ്മായിന്റെ റൂമിൽ ഫാൻ ഉണ്ട് എന്നല്ലാതെ ഇല്ലല്ലേ? ഉക്കുണ്ട്. പക്ഷെ അതിനൊക്കെ കൊറേ പണി എടുക്കണ്ടേ ഫിറ്റ് ചെയ്യാനേ. ഇല്ലേ? ഫാനില്ലെങ്കിൽ കുഴപ്പമില്ല, തൊട്ടി മതി. തൊട്ടിയിലാണെങ്കിൽ ഉറങ്ങിക്കോളേ. നിക്കണ നൃത്തം കണ്ടില്ലേ? ഉറങ്ങാതെ എപ്പൊ ഉറങ്ങിയത് അത്. നിങ്ങളെ പൊന്നോമനകളുണ്ട് ആ റൂമില്. തൊട്ടിയിലാണ് പറഞ്ഞിട്ട കാര്യം.
ചാറ് ഞാൻ ഉണ്ടാക്കാം. ഉണ്ടാക്കി കഴിഞ്ഞു. അതെ തക്കാളി മീൻ കറി വെക്കാനാ? മീൻ കറിയാ? ഞാൻ വെക്കാം മീൻ കറി. വെച്ചു കറി ഉണ്ടാക്കാൻ വേണ്ടിട്ടേ മല്ലിയിടും. സ്പാച്ചുല എല്ലാരും കേക്ക് ഉപയോഗിച്ചാണ് നമ്മള് മീൻ കറി ഉണ്ടാക്കാൻ. ഇതെന്താ സാധനം? ഈ വളയുന്ന സാധനല്ലത്? ഇത് മറ്റേ ഈ ചട്ടിയിലൊക്കെ പടി നല്ലതാണത്. കേക്ക് ഉണ്ടാക്കാൻ കരിയൂലത്. അതിലെങ്ങനെ അത് ചേർന്നിട്ട് വരും. നല്ല കൊണ്ടേ ഈ വർക്കൊക്കെ അതിനുള്ളിൽ വെക്കാറ്റാണ്. ബേജാറാവല്ലേ? ബേജാറായ ഒന്നും നടക്കൂല. ഇല്ല ഞാനേ കുട്ടികളെ സ്കൂൾ വിട്ടുന്നത് എനിക്ക് ചായ കൊടുത്തിട്ട് ഉമ്മല്ല അവിടെ. എന്നിട്ട് ഞാൻ കിട്ടുന്ന വരാം. ഉമ്മ വന്നിട്ട് കൊണ്ടുവന്നോളൂ കേട്ടോ. തൊട്ടിയിലാണെങ്കിൽ തൊട്ടി കെട്ടാൻ ഞാൻ കയ്യിലൊക്കെ നോക്കാം. ഓനിപ്പോ ഉറങ്ങേണ്ടി വരൂലേ? പരിചയണ്ടോ? ആ തൊട്ടി കെട്ടാ ഉറങ്ങണമെങ്കിൽ വരി. വലിയ ചാക്കിലിന്റെ അമ്മ രസം കിട്ടില്ലേ? 50 ഉറുപ്പ്യക്ക് കുടുംബശ്രീ ഹോട്ടലുണ്ടേ. ഓയ് ഇവിടെ വരും പണിയിലാണ്. ആയോ ജെയ്സിയോ? ഇത് പഠിച്ചിട്ടാ മഞ്ഞ ഇടുന്നുണ്ടെക്കണ്. ആദ്യം കണ്ടിട്ടുണ്ട്. ഓലവിടെ കറക്റ്റതാക്കാണ്. ഇവിടെ തുണിയാള് മടക്കിക്കൊണ്ടിരിക്കാൻ ഞാന് അതാ അവിടെ മമ്മിയും മമ്മാന്റെ പേരക്കുട്ടിയാളും ഉണ്ട്. രണ്ടാളും ഒരേ തരായി. എന്താ വർത്താനോ? കുപ്പായിട്ടിട്ടില്ല. ഇനി എന്താ ശരിയാക്കണ? ഒക്കെ കഴിഞ്ഞോ? ചക്ക അല്ലോണ്ട് ഇങ്ങനെ പൈച്ചണീന് ചക്ക എടുത്തുന്ന. അപ്പൊ 1 മണിക്കൂർ 2 മണിക്കൂർ ഉണ്ടാവല്ലോ. ഞാൻ ഇപ്പൊ നോക്കണ എനിക്ക് കുട്ടികളെ കൊണ്ടുവരാൻ പോണോ? വേഗം കൊണ്ടാ. എന്റെ ഫോൺ എടുക്കട്ടെ. എടാ ഒക്കെ വലിച്ചു കൊടുന്നിട്ടല്ലോ ഇന്നലെ എല്ലാരും കൂടി ആട്ടോ ഒക്കെ എടുത്ത്. എന്ത് മുന്നോട്ട് ഇപ്പൊ പണി? ബ്രഷൊക്കെ നോക്കാണ് ഇപ്പൊ മെനക്കെട്ട്. രാവിലെ തേക്കാനാ? ഇതുകൂടെ കഴിഞ്ഞിക്കണെങ്കിൽ തുറക്കേന്. ചിരിച്ചണ്. ഈറ്റങ്ങൾ എന്താ കാട്ടണ്ടേ? വാങ്ങിട്ടില്ല. അങ്ങനെ ഞാൻ ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങാണ്. പണി എങ്ങോട്ടും നീങ്ങണില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ കുട്ടികൾ സ്കൂൾ വിട്ട് നിൽക്കണം. ഇനി ഓലൊന്ന്
ചായയൊക്കെ കുട്ടുങ്ങാണ്ട് എനിക്ക് ഇങ്ങോട്ട് തന്നെ വരണം. അപ്പം പോട്ടെ. അപ്പം മോട്ടനെ വണ്ടി വെച്ചിട്ടുള്ളത് വണ്ടിമ്മ പോയത്. അങ്ങനെ ഇപ്പം നമ്മൾ അമ്മായിൻ്റെ പെരീത്തെ പണിയും കാര്യമൊക്കെ കഴിഞ്ഞ് ഇപ്പം നമ്മൾ പെരീക്ക് എത്തിക്കാണ്. ഇവിടെ ഉമ്മയൊന്നുമില്ല. അപ്പം ഇനി ചായയും കടിയൊക്കെ ഉണ്ടാക്കട്ടെ. എന്നിട്ട് കാര്യമായിട്ട് വന്നാൽ പിന്നെ ഓർക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ട്. അത് കൊടുത്ത് ട്യൂഷനാണ് ഇവിടെ ഇരുന്നോളൂല്. അപ്പോൾ ഞാനിവിടെ ആക്കി ഞാൻ പോയി വരുമ്പോഴത്തേന് ആ ട്യൂഷൻ കഴിയും. ഒന്നാമത് മാത്സിന് വല്ലാത്രക്ക് ഇതില്ല. അല്ല റിതോ, എങ്ങനെയുണ്ട് ട്യൂഷനൊക്കെ? പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഓന് അതുമ്മേൽ ഇരിക്കണം. അപ്പോൾ ഓലെ ഇനി രണ്ടാളെയും അപ്പോൾ മറ്റോനും ഓൻ്റെ ഇവിടെ നിന്നോളും. ഓലെ രണ്ടാളെയും ട്യൂഷൻ ഇവിടെ ഓൺലൈൻ ക്ലാസ് ആണ്. അതുമ്പോൾ ഇവിടെ ഇരുത്തി. ഇനി ഞാൻ പോട്ടെ. ഞാൻ പോയാലും അടങ്ങിയിരിക്കൂലേ? തുടങ്ങാനായിട്ടോ? ഞാൻ ഇപ്പൊ വേഗം ചായ കുടിച്ചോടെ എടുത്ത് വെച്ചിക്കണേ. നീ വേഗം അവിടെ ഇരുന്ന ബുക്കൊക്കെ എടുത്തിരുന്നോട്ടോ. Okay, so can we play a small game? Yes. Ready for a game? Give you a number. Okay, you have to add the same number to itself and give me the answer. Yes. Okay, the number is 6. Okay, so what is 6 plus 6? 12. Wow, amazing. That was so quick. Okay, I'm going to give you a number again. See, 12 plus 6 is 18. So 24. wow, super. Okay, 24 plus 6 30. 54. No. 30 plus 6. 36. Very good. വീട് പൊളിക്കണ കണ്ടപ്പോ തൊട്ട് കുറെ പേര് ചോദിച്ചതാണ് പഴയ വീട് പൊളിച്ചിട്ട് എന്തിനാ പുതിയ വീട് ഉണ്ടാക്കണേന്ന്. പക്ഷെ അമ്മക്ക് തന്നെ അറിയാലോ, നല്ലൊരു ഫൗണ്ടേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ആ വീട് നന്നായി നിൽക്കുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളുടെ ഫ്യൂച്ചേഴ്സിനും സ്ട്രോങ് ഫൗണ്ടേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ബാൻസു കണ്ടെത്തിയത്. ബാൻസുവിൽ ക്ലാസ്സസ് വരുന്നത് 1 trainer 5 students റേഷ്യോയിലാണ് നടക്കുന്നത്. അതുകൊണ്ട് ഓരോ കുട്ടിക്കും പേഴ്സണൽ അറ്റൻഷൻ കിട്ടും. സെക്ഷൻ വളരെ ഇന്ററാക്റ്റീവ് ആണ്. അത് കുട്ടികളുടെ അറ്റൻഷൻ സ്പാൻ ഇംപ്രൂവ് ചെയ്യാനും സഹായിക്കും. അത് മാത്രമല്ല കേട്ടോ, എനിക്കിത് ഇഷ്ടപ്പെട്ടത് ഇവര് എന്താണ് എന്നതിന് മുമ്പ് എന്തുകൊണ്ട് എന്ന കൺസെപ്റ്റ് ആണ് ആദ്യം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ കൺസെപ്റ്റ് വളരെ നന്നായി മനസ്സിലാക്കും. റിയൽ ലൈഫ് എക്സാമ്പിൾ ഉപയോഗിച്ച് പഠിക്കുന്നത് കൊണ്ട് മാത്സ് ഒരു ബർണർ പോലെ തോന്നില്ല. അതിന് പകരം ക്യൂരിയോസിറ്റി വളർത്തുന്നു. അതേപോലെ ഓരോ ക്ലാസ് വരുന്നത് വെറും 50 മിനിറ്റ് ആണ്. പക്ഷെ കൺസെപ്റ്റ് ക്ലാരിറ്റി വളരെ എഫക്റ്റീവ് ആണ്. കുട്ടികളുടെ സ്ട്രോങ് മാത്സ് ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യാനും സഹായിക്കുന്നു. പിന്നെ അത് മാത്രമല്ല കേട്ടോ, ഒരു സ്പെഷ്യൽ ഫ്യൂച്ചറും ഉണ്ട്. AI ബഡി 24/7 അസിസ്റ്റന്റ് നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ സംശയങ്ങൾ നിങ്ങൾക്ക് എപ്പോ ഉണ്ടെങ്കിലും അതിനുള്ള ഹെൽപ്പ് നിങ്ങൾക്ക് ലഭിക്കും. പിന്നെ ഈ ഒരു ഫൗണ്ടേഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ബൻസു മാത്സ് മാത്രമല്ല പഠിപ്പിക്കുന്നത്, സെൽഫ് കോൺഫിഡൻസ്, ക്രിട്ടിക്കൽ തിങ്സ്, മെമ്മറി സ്കിൽ പോലെയുള്ളതും ഡെവലപ്പ് ചെയ്യാനും സഹായിക്കും. 5 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള ഈ കോഴ്സ് ഇന്ത്യയിൽ മാത്രമല്ല കേട്ടോ, USA, UAE, കാനഡ കൂടാതെ 50+ കൺട്രീസിലും അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങളെ മക്കൾക്കൊക്കെ ഒരു മാത്സ് ഒരു ബുദ്ധിമുട്ടായി തോന്നുകയാണെങ്കിലോ രസകരമായ രീതിയിൽ മാത്സ് എളുപ്പത്തിൽ പഠിക്കണം എന്നുണ്ടെങ്കിലോ ബാൻസൂല് ചേർന്നോളിട്ടോ. നമ്മളൊക്കെ പുതിയ വീടിന് സ്ട്രോങ് ഫൗണ്ടേഷൻ കൊടുക്കുന്നത് പോലെ നമ്മുടെ കുട്ടികളുടെ ഫ്യൂച്ചേഴ്സിന് ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ കൊടുക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ബാൻസു ഡെഫിനറ്റ്ലി നോക്കാൻ മറക്കണ്ട. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, കമന്റിലും പിൻ ചെയ്തിട്ടുണ്ട്. നമ്മളെ പെരന്റെ അവസ്ഥ ഇതാണ്. ഫുള്ള് വൃത്തിയാക്കി അടിച്ചൊരു ഇവിടെ കൂട്ടി വെച്ചിരിക്കണം. ഇനി അവിടുന്ന് അങ്ങോട്ട് തുടങ്ങണം. ആ അപ്പൊ കുഞ്ഞാമാന്റെ മകള് പറയണത് കുഞ്ഞാമ വൃത്തിയാക്കി അല്ല, ഓളാണ് ഇതൊക്കെ വൃത്തിയാക്കി. ഇവിടെ ഷെൽഫും കാര്യം ഫോട്ടോസൊക്കെ ഓളാണ് സെറ്റാക്കി വെച്ചിരിക്കണം. അതേപോലെ അടുക്കളയിലത്തെ പാത്രങ്ങളും കാര്യമൊക്കെ ഇതൊക്കെ എന്റെ കലാവിരുദ്ധല്ലടി അല്ലേ? കൊതുക് തിരി അവിടെ വെച്ചതോ? അതൊക്കെ ഓള് വൃത്തിയാക്കിയാട്ടോ. അടുക്കള ഏകദേശം ഓളൊക്കെ സെറ്റാക്കി ഒക്കെ വെച്ചിരിക്കണം. ഇതേപോലെ ഇവിടെ ഉണ്ട് നമുക്ക് അടുക്കള. അതും ഏകദേശം പാത്രങ്ങളൊക്കെ സെറ്റാക്കി ഏകദേശം ഒരു ഇതായി. അതന്നെ അത് ഇവിടെ വെച്ചപ്പല്ല ചൊറുക്ക് നോക്കി അല്ലേ? അതന്നെ ഇവിടെ വെച്ചോണ്ട. എങ്ങനെയുണ്ട് ഇതിന്റെ എന്നിട്ട് പണിയെടുത്തിട്ട് രാവിലെ തൊട്ട് നേരം വരെ പണിയെടുത്തിട്ട് എങ്ങനെയുണ്ട്? റിസൾട്ടിന് ആയിട്ടില്ലേ? കുറച്ച് ഏകദേശം ആയി അല്ലേ? ഓലോടെ നിക്ക കൂലിയാണോ പണിക്കാർക്ക്? ചക്കക്കൂട്ടാന്, സാമ്പാർ, തേങ്ങ വറുത്തരച്ചൊക്കെ ആരെങ്കിലും കൊടുക്കോ? ആരും കൊടുക്കൂല, നിങ്ങളെന്നെ കൊടുക്കുള്ളൂ. പഴമീണ്ടേ നോക്ക് പറ്റൂല. ഞാൻ തിന്നൂല. ഓക്ക് തിന്നാനൊന്നും വേണ്ട, തിന്നാനൊന്നും വേണ്ട, പണിയല്ല. എന്നാലും പണി എടുത്തിക്കണല്ലോ. കൊയങ്ങി മറിഞ്ഞില്ലേ മയ്യൊക്കെ ഇനി കടന്നാ മതി.
നമുക്ക് അടുക്കളയിൽ കാര്യമായിട്ട് വേണ്ട സ്ഥലമാണ് പാത്രങ്ങൾ വെക്കാനൊക്കെ ഇഷ്ടം ബാധിച്ചിട്ടുണ്ട്. പാക്കുകളും ഷോക്കേസും കബോർഡായാലും ഒക്കെ ഉണ്ട്, സൗകര്യങ്ങളുണ്ട് അല്ലേ? എന്താ നമുക്ക് പറയാല്ലേ? നല്ല സൗകര്യങ്ങൾ നമ്മൾ വാടക ആയാലും നല്ല ഡീസന്റ് ആയിട്ട് നമുക്ക് കിട്ടിയ പേര. നല്ല പേര വാടക എത്രയും സൗകര്യം പേര. ഇങ്ങനത്തെ ഒരു പേര കിട്ടിയാൽ അതിന് എന്നെ പൊളിഞ്ഞാടാണ്. പിന്നെ ഇപ്പൊ 1-2 ക്വാർട്ടർ കണ്ടി നമ്മക്കിപ്പോ നമ്മളെ പെരീന്ന് ക്വാർട്ടർ കണ്ട് ശീലമായോണ്ട് ഇതിപ്പോ പുത്തിരിയല്ലേ. പാടല്ല. അത്യാവശ്യം അയൽവാസികളും ഉണ്ട്. ആ ചേച്ചി ഇവിടെ വന്ന് ചേച്ചി എല്ലാരും വന്നു ഇപ്പൊ പോയിട്ടുള്ളൂ. എന്താടാ നമ്മ ചിത്തോട്ടെ ഞാൻ അവിടെ അടിച്ചു പറ്റട്ടെ. ഞാന് നിക്കേ അപ്പൊ ഇനി ഇവിടെ അടിച്ചൊരു തുറക്കാണ്ട്. ഇനി എല്ലാ റൂമും ഏകദേശം സെറ്റായി. അനുവിന്റെ റൂം എന്ന് പറയുന്നത് ഇതാണ്. ഇതിപ്പോ കുട്ടികളെ കടത്തിയപ്പോ കടത്തിയൊക്കെ കൊലായതാട്ടോ. ഇവിടെ കറണ്ട് ഇല്ല മയ്യേ, കറണ്ട് ഇതിന്റെ ഒക്കെ ബൾബ് പോയി ഉണ്ട് ഈ റൂമത്തെ. ഇല്ലല്ലേ, ഇവിടുത്തെ ഫാനും കത്തണില്ല, ബൾബും കത്തണില്ല. ഈ റൂമിന് എന്തോ കുഴപ്പമുണ്ട്. അങ്ങനെ അനുവിന്റെ റൂമിന് എന്തോ കറണ്ട് ഇല്ല. മോണ്ടിന്റെ റൂമാണ് ഇവിടെ. ഇവിടെ കുഞ്ഞമ്മന്റെ അടുത്ത് കുട്ടി കിടക്കുന്നുണ്ട്. ഈ റൂമിൽ കത്തില്ലല്ലോ. കത്തുണ്ട്. ഇത് മോണ്ടിന്റെ റൂം. ഇവിടെ ഇനിയുണ്ട് സാധനം എടുത്തേക്കാനൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. പിന്നെ ഉമ്മമാന്റെ റൂം അറിയുന്നത് ഇതാണ്. ഇതാനും മോട്ടനും വന്ന് ഈ അലമാര 3 അലമാര ഉണ്ട്. ഇതൊക്കെ ഇവിടെ ഉള്ള അലമാരയാണ്. ഇത് എങ്ങോട്ടേലും പുറത്ത് കിട്ടണം എന്നെങ്കിൽ നമുക്ക് ഈ റൂം ഒന്ന് ക്ലിയർ ആക്കാൻ പറ്റുള്ളൂ. ഉമ്മമാന്റെ റൂമാണിത്. നമുക്കിപ്പോൾ കാര്യമായിട്ട് ഇവിടെ ഹാള് ക്ലീൻ ചെയ്യുക, അടുക്കള ക്ലീൻ ചെയ്യുക, അതിന് അത്യാവശ്യം വലുപ്പവും കാര്യമൊക്കെ ഉണ്ട്. അമ്മായിൻ്റെ റൂമാണ് ഇത്. നമ്മളെ അമ്മായി ബാക്കി ഇവിടെ കടിച്ചു വാരി വൃത്തിയാക്കി ഒക്കെ വൃത്തിയാക്കി. അപ്പോഴാണ് നമ്മളെ മോട്ടിന് ഇവിടെ എന്തോ ഒരു കലാവിരുത് കാട്ടുന്നത്. എന്താ മോട്ട പരിപാടി? സ്വിച്ച് ബോർഡും കൂടെ ഒക്കെ അത് വൃത്തിയാക്ക. എനിക്ക് വേറെ ഒന്നും വൃത്തിയാക്കല്ല ഇവിടെ. ഇതെന്താ കളിയാക്കാണോ അതോ? അതൊക്കെ ആക്കുമ്പോലെ ആക്കുമ്പോണ്ടാ. ഇത് അടുക്കളേക്കൊന്ന് വരുമോ? നോക്കടാ ഓനില്ല പരിപാടിയൊക്കെ ഒന്നും കിട്ടായിട്ട് സ്വിച്ച് ബോർഡ് നന്നാക്കാൻ നിക്കുവന്. അന്നോട് ഓനോട് പറഞ്ഞെടുക്ക. എടാ ഇതെന്റെ റൂമിക്കാണല്ലോ ഈ ടേബിള്. എന്നിട്ട് അതൊക്കെ കൊണ്ടുവച്ചാണ്ടാവുമ്പോ ഒന്ന് വൃത്തിയാക്കിക്കാജ്. വേറെ പണിയുണ്ടോ? അപ്പൊ ഇതേപോലെ ചെറിയ പണിയെടുക്കല്ലേ ഇനി. അപ്പൊ നമ്മളെ ചെക്കന് നമ്മളൊന്നിനെ അയക്കണില്ല. അമ്മായി ഇവിടെ അടിച്ചോളും ഇതൊക്കെയാണ്. ഞാൻ ആരെങ്കിലും വാങ്ങണം കുട്ടി. എന്നൊക്കെ അമ്മ ഇരുന്നും കടന്നും പണിയെടുക്ക. എന്താ അമ്മായി പണി? എന്താണ് നിങ്ങക്കൊന്നും നടക്കൂല വീതന്റെ ചോടിട്ടോ. ഇരിക്കണം, മുട്ടുത്തണം, എന്താ കാട്ടണ? ഞങ്ങളിപ്പോ നീച്ചിയ നിങ്ങൾ കുറച്ചേരം ഇരുന്നാണ്. ഞാൻ വേഗം തുടച്ചരാ. ഇവനെ ഒന്ന് നോക്കണം. തുറക്കാം. പോകാനാ. ഇവനെ പിടിച്ചാ മതി. എന്നാ തുടച്ചിട്ടിച്ച് പോകാനാണേ. കുട്ടികളെന്താ കുഞ്ഞുമാ പണിയേറി നിന്നിട്ടുള്ളൂ. എന്താ കാട്ടണാവോ? പെര ഞാൻ പിടിച്ചണീ. ഈ കുട്ടി ഇന്ന് ഉറങ്ങിയിട്ടില്ല. ഈ കുട്ടി ഉറങ്ങിയിട്ടില്ലെന്ന്.
അതിനായിട്ടൊക്കെ അവന് മനസ്സിലാക്കണ അച്ഛ ഇവിടെ എന്തോ പണിയുണ്ട് എന്റെ അമ്മച്ചിനെ ഇവിടെ പണി എടുപ്പിച്ചിട്ടുണ്ടായിരുന്നേ എല്ലാ സാധനങ്ങളും എവിടൊക്കെ മനസ്സിലാക്കിയോ അറിയോ? കുറച്ച് ദിവസം ഉണ്ടാവും തപ്പി തറച്ചിലൊക്കെ, പിന്നെ ചേലായിക്കോളും. അരി കേക്കാനാ നിങ്ങളെ ഇവിടെ ഇരുന്നാണി ഇട്ടിട്ട് എന്നാ പിന്നെ വെന്തോളല്ലോ. മമ്മാന്റെ റൂം വൃത്തിയാക്കണം. ഇന്നില്ല പണി അതാണ്. അതിന് നിങ്ങൾക്ക് തിന്നാൻ നേരല്ല ഇനി, തിന്നാൻ നേരം വേണ്ട. പണി അങ്ങനെ എടുക്കാൻ തോന്നില്ല. ഇത് ഇവിടേക്ക് കൊണ്ടുപോകണം മക്കളെ. ഇത് നിങ്ങൾ തിരിഞ്ഞിട്ടണം. അതിന്റെ അടിയിൽ എന്തിനും വെച്ചാൽ മിതാര് പോണ ഇങ്ങനെ ഉള്ളിക്ക് കയറ്റിയാ അത്രയും വലിയ അലമാര. കയറ്റിയെന്നൊരു ഐഡിയ ഇല്ല. ഞങ്ങള് പുറത്തൊക്കെ ഇറക്കാൻ ഇത് നേരെ പൊന്തിച്ചാണ് അൽമാര. അതിന്റെ അകത്ത് 3 അൽമാര ഉണ്ട്. അപ്പൊ 1, 2 അഡ്ജസ്റ്റ് ചെയ്ത് ആ റൂമിൽ തന്നെ വെക്കരുത്. 3 അൽമാരയാണ്. അപ്പൊ ഒക്കെപ്പാട് നമ്മള് പുറത്തേക്ക് വെക്കേണ്ട അവസ്ഥയാണ്. അതിന്റെ ഉള്ളിൽ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. ഭയങ്കര കാന. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ആവില്ലല്ലോ. അല്ല നീ ഇങ്ങനെ തിരിച്ചു നോക്കിയാ, ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് തയ്ക്കാം. അത് നേരെ ഒറ്റ മിനിറ്റ് ഒറ്റുണ്ട്. അങ്ങോട്ട് പറ്റും നേരെ എങ്ങനെ കളിച്ചു ആരോ കേറ്റിയ ആളാണ്. ഇനി ഇതേ വായിക്കൊന്നുകൂടിട്ട് ഉണ്ടല്ലേ? അത് മരത്തിന്റെയാണ് ഒന്ന്. ഇത് പുറത്തേക്ക് ഉറപ്പല്ലേ? മമ്മ ചോട്ടതൊക്കെ മമ്മ മാറി. പുറത്തേക്ക് ഭയങ്കര കാനാണതേ. വരും കാനം. നമ്മള് പണ്ട് തറവാട്ടിന്ന് തിന്നില്ലേ, അതേപോലെ വൈകുന്നേരം ആകുമ്പോൾ ചോറേ കഴിച്ചേണ്ടി വരും. കോട്ടന്മാർ ഇങ്ങനെ വരിക. അമ്മമാന്റെ റൂം ഉമ്മ അടിച്ചു വരിക. അങ്ങനെ ഇന്റെ അടിച്ചോരി തുടക്കലൊക്കെ കഴിഞ്ഞപ്പോ അനു ഇവിടെ രംഗത്ത് ഇറങ്ങിക്കാണ്. നിറച്ച് കോട്ടരുമ്പോ രക്ഷയില്ല.
മരുന്ന് കിട്ടിയടാ? ചാകു അടിച്ചാല് നല്ല സ്മെല്ലുണ്ട്. അകത്തു കൂടെ അടിച്ചാൻ പറ്റുമോ? ഇതാണ് ടിന്നറല്ലേ നമ്മളെ പെയിന്റ് അതാണിത്. ഇതാണിത്. അതുകൊണ്ട് ചാവില്ല. ആർക്കാ ബുദ്ധിയാന്ന്? നമ്മള് കിട്ടി അതില് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കല്ലേ. ടിന്നർ ഉണ്ടെങ്കിലേ കോട്ടന്മ പോകുന്നാണ് ഇവര് പറയുന്നത്. പരീക്ഷിച്ച് വെക്കുക. ഇതൊക്കെ ചത്തതാ അങ്ങനെ? കൊറേ ശബ്ദമുണ്ട്. ആന്ന് കൊയങ്ങില്ലടാ പണിയെടുത്ത്. ഞാൻ പോകാട്ടോ. പോട്ടെ. ആക്കി തന്നെ ഞങ്ങളല്ലേ. അല്ല കുന്മാനോട് പേര് വെച്ചോക്കട്ടെ. സ്വിച്ച് ഓഫ് ആ ഫോൺ. ഇത് റിതുനൊക്കെ കാണാൻ പറഞ്ഞ് കയറൊട്ടിച്ചിട്ടുണ്ടേന്. പണി ഇനിയിപ്പോ എത്തിക്കണ്. ഫോൺ ഇപ്പൊ സ്വിച്ച് ഓഫ് ആണ്. ബെല്ല് അടിച്ചോണ്ട് ഇപ്പൊ സ്വിച്ച് ഓഫ് ആയി. ചാർജ് കഴിഞ്ഞാണ്. കുട്ടികളാണെങ്കിൽ ട്യൂഷൻ പഠിച്ചണ അവിടെയാണ്. ഓല വിട്ടിക്കണേ. ഇനി കുന്മാനോട് 6ലാ മോണ്ടാ. ഇതാരെ കുട്ടീന്റെ പാമ്പേഴ്സ് ഇവിടെ കൊണ്ടുവന്നിട്ടേ? ആ ഇന്റേതായി ജനാൽമെന്ന് ആരെടുത്തേ? ഞാൻ അങ്ങോട്ട് കൊണ്ടുപോവാനേ. പരിപാടിയൊക്കെ ഒരു വിധം കഴിഞ്ഞ് ഞങ്ങള് ഒന്ന് പോകണം അല്ലേ? പോകല്ലേ എന്നൊക്കെ പറഞ്ഞിനി. പണി എടുത്തെടുത്ത് മതിയായി കഴിച്ചു. ഈ പരിസരത്തേക്ക് വരൂല. പറയാൻ പറ്റൂല. അത് തിന്നാത്ര നയിപ്പില്ലേ ഇനി? വന്നുങ്ങാണ്ട് ബിരിയാൻ വെച്ച് തിന്നാലോ. തിന്നാലോ? പോയാൽ പണിയെടുക്കാനാ വിളിച്ചേ. അതെ വന്ന് വിരുന്ന് നടക്കണെങ്കിൽ ആദ്യം പെര ശരിയാക്കണ്ടേ. പെര ശരിയാക്കണം. ഇപ്പൊ പെരൊരു വൃത്തിയായി. എല്ലാവർക്കും പാടെ ഇരുന്ന ചോട്ടിലൊക്കെ പോയി. ആ ടിന്നർ എടുത്തിട്ടേ എന്താ രസം ഇപ്പൊ കാണാന്. ഇനിയുണ്ടോ കൊറേ ശരിയാക്കാന്. അപ്പൊ ഇനി വല്ല ചൂറാക്ക അടിച്ചാണ് ലാസ്റ്റത്തെ പണി. ഞങ്ങള് പോട്ടെ. അപ്പൊ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ആക്കാം. അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.